ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ടിക് ടാക്കുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ കുറേ അധികം വെറൈറ്റി ആയിട്ടുള്ള ഐഡിയാസ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റിലെ ഐഡിയ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു റിബണാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു റിബണിൻ്റെ വീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഇഞ്ച് വീതിയാണുള്ളത്. അതിനുശേഷം നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് മടക്കിയെടുക്കാം. അതിന് ബാക്കി വന്നിട്ടുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വെട്ടി മാറ്റുന്നുണ്ട്. അത്രയും വലിപ്പം എനിക്ക് ആവശ്യമില്ല എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വെട്ടിക്കളയുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മുടെ മെയിൻ ആയിട്ടുള്ള സാധനം ടിക് ടാക്ക് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. മുളനൂല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഒരു ഫ്ലവർ. അതിനെ കൂടി അതിലേക്ക് വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബീഡ്സ് കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റത്തെ ഐഡിയ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അടുത്ത ഐഡിയ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു നെറ്റ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു നെറ്റ് ക്ലോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഇഞ്ച് വീതിയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഈ ഒരു രീതിയിൽ മടക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം സൂചി നൂല് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒന്ന് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അറ്റത്തിലൂടെ ഇതുപോലെ സൂചിനെ ഒന്ന് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് തുന്നിയെടുക്കുക. അതിനെ നല്ലതുപോലെ തന്നെ ഒന്ന് ടൈറ്റ് ആയിട്ടുള്ള രീതിയിലൊന്ന് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ഫ്ലവറിൻ്റെ ആകൃതിയിൽ കിട്ടുന്നതാണ്. ടിക് ടാക്കിൻ്റെ അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു കുഞ്ഞ് ക്ലിപ്പ്. അപ്പോൾ ഈ ഒരു ക്ലിപ്പിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്ലൂവിനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഫ്ലവറിനെ അതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു കമ്മലാണ് കേട്ടോ. ഇതിൻ്റെ ജോഡി കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിലുള്ള ഒരു സാധനം ഇതുപോലെ ഒന്ന് പറിച്ചെടുക്കാം. അതിനുശേഷം ഈ ഒരു ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ടിക് ടാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതുപോലെ ഒരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കിലായിട്ട് ഒരു ക്യാൻവാസിനെ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ക്ലോത്തിൻ്റെ സൈഡിൽ ഉള്ള ആ ഒരു വശങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു കുഞ്ഞ് ക്ലിപ്പിലേക്ക് നമുക്ക് അതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം 1 ഇഞ്ച് വീതിയുള്ള ഇതുപോലത്തെ റിബൺ എടുക്കുന്നുണ്ട്. അതിൻ്റെ 2 വശങ്ങളും കൂടി ചേർത്ത് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുള്ള ആ ഒരു റിബൺ ഉണ്ടല്ലോ, ആ റിബണിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം നമുക്കിതാ ഈ ഒരു കുഞ്ഞ് പീസിനെ കൂടി അതിലേക്ക് ചേർത്ത് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല ഭംഗിയായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ലുക്ക് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഷൈൻ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ കൊടുത്ത് സപ്പോർട്ട് കൊടുക്കുക. ക്രാഫ്റ്റിനെ ഇഷ്ടപ്പെടുന്നവരും ഇതുപോലെയുള്ള ഐഡിയാസൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇന്ന് ചെയ്തിട്ടുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഐഡിയ ഏതാണ് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമായിരിക്കും. ഫൈനലായിട്ട് കാണുന്ന സമയത്ത് നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. എന്തായാലും അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതുപോലെ ഒരു അടപ്പാണ് എടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു ക്ലോത്തിനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടിയിലേക്ക് വരുന്ന വേസ്റ്റ് ആയിട്ടുള്ള ആ തുണി ഭാഗങ്ങളുണ്ടല്ലോ, അതിനെയെല്ലാം നല്ല വൃത്തിയായിട്ടൊന്ന് ടൈറ്റാക്കി പിടിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നല്ല ഫിറ്റായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ ഒന്ന് തുന്നിയെടുക്കാം. തുന്നിയെടുത്തതിന് ശേഷം അതിൻ്റെ അടിയിലായിട്ട് വന്നിട്ടുള്ള വേസ്റ്റ് തുണികളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്ന സമയത്ത് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതൊരു മിറർ ഫ്രെയിമാണ്. ആ ഒരു മിറർ ഫ്രെയിമിനെ അതിലേക്കൊന്ന് ഒട്ടിച്ച് നിർത്തുന്നതിന് വേണ്ടി ഗ്ലൂവിനെ അപ്ലൈ ചെയ്ത് ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കാം. അതിൻ്റെ അടിയിലായിട്ട് ഗ്ലൂവിനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ക്യാൻവാസിനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. കറക്റ്റ് ഒരു ക്യാപ്പിൻ്റെ ലുക്ക് തന്നെ ആയിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതുപോലെ ഒരു ലേസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ലേസിൻ്റെ സൈഡിലായിട്ട് വന്നിട്ടുള്ള ഈ ഒരു നൂലിനെയാണ് അതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കുക. ഈ ഒരു കെട്ടിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു ചരടുണ്ടല്ലോ, ഈ ഒരു ചരടിനെ കൂടി അതിലേക്ക് നമുക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കണം. ആ ഒരു ക്യാപ്പിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഈ ഒരു ത്രെഡിനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ ബാക്കിലായിട്ട് കൂടി ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചെടുക്കുക.
അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു ടിക് ടാക്കാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഗ്ലൂനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഗ്ലൂനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും അത് തുറന്ന് വെച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഐഡിയ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ഫാബ്രിക് 3 ഇഞ്ച് വീതിയും 20 ഇഞ്ച് നീളവുമാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി സൂചി നൂല് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊന്ന് തുന്നിയെടുക്കാം. അതിനുശേഷം അതിൻ്റെ അറ്റത്തിലൂടെ ഇങ്ങനെ തുന്നിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ നല്ല വൃത്തിയായിട്ട് നല്ല ഫിറ്റായിട്ട് കിട്ടുന്ന രീതിയിൽ ഒന്ന് ഈ ഒരു രീതിയിലാക്കിയെടുക്കാം കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുന്ന സമയത്ത് 2 ലെയറായിട്ടുള്ള ഒരു ഫ്ലവർ നമുക്ക് കിട്ടുന്നതാണ്. ഈ ഒരു ഫ്ലവറിനെ നല്ല വൃത്തിയായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് തുന്നിയെടുക്കാം. നല്ല ഫിറ്റ് ആവണം കേട്ടോ, അല്ലെങ്കിൽ അതൊരു പക്ഷേ അഴിഞ്ഞു പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ നല്ല ഫിറ്റായിട്ടുള്ള രീതിയിൽ ഒന്ന് തുന്നിയെടുക്കാം. ഇതുപോലെ ഒരു ടിക് ടാക്ക് എടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഒരു ഇതുപോലത്തെ പോം കൂടി ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് കിടിലൻ ലുക്കായിരുന്നു. അത് കാണാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.